വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അത് യൂറോപ്പിലേക്ക്, സ്ലൊവീനിയയ്ക്ക്. ആൻഡ് ഇത് ഞാൻ ഒരു വർഷം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയോടൊക്കെ ബായ് പറഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണും. എൻ്റെ അപ്പയും ഡാഡിയും എന്ന് പറഞ്ഞാൽ അപ്പേൻ്റെ അപ്പയും ഇവർ രണ്ടുപേരുമാണ് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നത് ബാംഗ്ലൂരിലേക്ക്. ഞാൻ അവിടെ എത്തി. പിന്നെ അത് മാത്രമല്ല, എനിക്കന്ന് കുറച്ച് പനിയുണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വെയിറ്റ് പെട്ടീൻ്റെ വെയിറ്റ് കൂടിപ്പോയി. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇനി ഫസ്റ്റ് ടൈം പോകുന്നവരാണെങ്കിൽ. ഈ ചേച്ചീനെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്, ഫ്ലൈറ്റിൽ നിന്ന്. പിന്നെ ഇൻഡിഗോയിൽ ഇപ്പം ഞാൻ ഡൽഹിക്കാണ് പോകുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഫ്ലൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഗുഡീസൊക്കെയാണ്. പിന്നെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരാളെങ്കിലും കിട്ടും. ആൻഡ് അങ്ങനെ കിട്ടിയ ഒരാളാണ് ഈ ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിയില്ലല്ലോ. അവസാനം ഞാൻ ഡൽഹി എത്തി ഗായ്സ്. പിന്നെ ഡൽഹി എയർപോർട്ടൊക്കെ ഞാനിപ്പോൾ രാത്രിയാണ് അവിടെ നിന്ന് വന്നത്, ബാംഗ്ലൂർ. അപ്പോൾ ഇത് നൈറ്റിലെത്തി ഡൽഹിയിൽ. അപ്പോൾ ഡൽഹി എയർപോർട്ടൊക്കെ എനിക്ക് കറങ്ങി നടക്കുകയാണ് കുറച്ച് നേരം. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോവുകയാണ് ഇപ്പം ഞാൻ ഈ ബസ്സിൽ. സോ ഇനി രാവിലെയാണ് ഇനി ഡൽഹിയിൽ നിന്ന് ഇസ്താംബുൾ അല്ലെങ്കിൽ ടർക്കിക്കുള്ള ഫ്ലൈറ്റ്. അവിടെ നിന്നാണ് പിന്നെ യൂറോപ്പിനുള്ള ഫ്ലൈറ്റ്. അങ്ങനെ എനിക്ക് 3 ഫ്ലൈറ്റ് കയറിയിട്ട് വേണം ലാസ്റ്റ് നമ്മുടെ ഒരു സ്ഥലത്ത് സ്ലൊവീനിയയിലേക്ക് എത്താൻ. സ്ലൊവീനിയയിൽ ഞാൻ പഠിക്കാനാണ് പോകുന്നത്. ആൻഡ് ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ എങ്ങനെയാണ് ഓരോ പ്രൊസീജിയേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല, വിസ അപ്ലൈ ചെയ്യാൻ പോയതും പിന്നെ കിട്ടിയതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ എന്താണ്ട് ഡൽഹിയിൽ ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ ടെർമിനലിൽ നിൽക്കുന്നത്. സാധാരണ നമ്മൾ ഡൊമസ്റ്റിക്കിലാണല്ലോ. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് ഈ പ്രൊസീജിയേഴ്സൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈമാണ്. ബിക്കോസ് ഞാൻ ഡൊമസ്റ്റിക്കിൽ ഓൾറെഡി കുറേ പ്രാവശ്യം സോളോ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണലി ഫസ്റ്റ് ടൈമാണ്. പിന്നെ അവിടെ എന്തോരം ആൾക്കാരാണ്. ഈ ഡൽഹി ചെന്നപ്പോൾ എന്തോരം ആൾക്കാരാണോ ദൈവമേ. അതൊക്കെ കണ്ട് കുറേ പേര് കാനഡയ്ക്കും അതിനൊക്കെ പോവുകയാണ്. ആദ്യമായിട്ട് എൻ്റെ പാസ്പോർട്ടിൽ കണ്ട് ഒരു സീല് കിട്ടി. ആൻഡ് ഐ എം സോ ഹാപ്പി. പിന്നെ നമ്മൾ ബോർഡിങ്ങിന് ഉള്ളിൽ കയറി. അവിടെയും കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മുടെ ഡൊമസ്റ്റിക്കിലും അതേപോലെയാണ്. കുറേ നേരം ക്യൂ നിന്ന് നമ്മൾ പിന്നെ കുറേ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ലോഞ്ചിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഡൽഹിയിൽ. ആൻഡ് ഇത് രാവിലെയാണ്, നിങ്ങൾ ഓർക്കണം. ആ സമയത്താണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. അതാണ് ഭയങ്കര 3 മണി 2 മണി കണ്ട സമയത്ത്. എനിക്കറിയത്തില്ല, മനസ്സിനുള്ളിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പിന്നെ ചെറുതായിട്ട് പനിക്കാൻ, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ പനി ഉണ്ടായിരുന്നു എന്ന്. ഇതിനു മുമ്പ് വേറെ സംഭവം നടന്നു. ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ വെയിറ്റ് കൂടിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ പെട്ടീൻ്റെ. അപ്പോൾ അത് കുറച്ച് തുണി ഞാൻ മുകളിലേക്ക് ഇടേണ്ടി വന്നു. പിന്നെ ബാക്കി ഞാൻ വീട്ടിൽ തിരിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ കുറേ ഓടുകയും ധൃതി പിടിച്ച് വരികയൊക്കെ ചെയ്യേണ്ടി വന്നു. സോ നമ്മളിനി അത് സൂക്ഷിക്കണം. ഇപ്പോൾ ആരാണേലും പോവുകയാണെങ്കിൽ നേരത്തെ വെയിറ്റ് ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ എന്തോ ആ സമയത്ത് നടന്നില്ല. ആൻഡ് ഇപ്പോൾ ഞാൻ തന്നെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ബോർഡിങ് കഴിഞ്ഞ് ഇനി ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത് ഇങ്ങോട്ട് ഇസ്താംബൂളിന്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ ഇതിലൂടെ നമ്മുടെ ബ്രിഡ്ജിൽ കൂടെ, എയറോ ബ്രിഡ്ജിൽ കൂടെ നടന്ന് ഇനി ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫ്ലൈറ്റിനുള്ളിൽ ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഒന്നും ഇത്രയും വലുതല്ലല്ലോ. കുറേ സീറ്റ്സ് ഇല്ല. ഇത് 3 നിരയായിട്ടൊക്കെ റോസായിട്ടും സീറ്റ് ഉണ്ട്, 3 വീതം. അപ്പം ആൻഡ് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, ആദ്യമായിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാനെല്ലാം നോക്കി. സൈഡ് സീറ്റ് ആയിരുന്നു എൻ്റെ. അപ്പം വിൻഡോ സീറ്റ്. പിന്നെ ഞാനിങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതും എല്ലാം നോക്കിയിരിക്കുകയാണ്. ബിക്കോസ് എനിക്കിങ്ങനെ പൊങ്ങി പറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കാണാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് പറക്കാൻ തുടങ്ങി. നമ്മുടെ ഡൽഹിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നു. ബിക്കോസ് ഇതെൻ്റെ ഒരു സ്വപ്നമാണ്. ചെറുപ്പം തൊട്ട് ഞാനിങ്ങനെ വേറൊരു കൺട്രി പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ അതാണ് ഒരു മെയിൻ കാരണം ഞാൻ പഠിക്കാൻ വേണ്ടി വന്നത്. പിന്നെ ഇതിനു മുമ്പ് എനിക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നു വേറെ കുറച്ച് കൺട്രിയിലേക്ക് പോകാൻ വേണ്ടി. നമ്മൾ
ട്രാവൽ ചെയ്യാൻ വേണ്ടി. പക്ഷേ അപ്പോൾ ടൈം ഞാൻ വേറെ സ്ഥലത്ത് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല. സോ ഇങ്ങനെ ടൈം കിട്ടി, ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ആൻഡ് ഐ എം സോ ഹാപ്പി. പിന്നെ മേളിലെത്തിയപ്പോൾ എന്തൊരു ഭംഗിയാണ് നോക്ക്, ക്ലൗഡ്സും. പിന്നെ രാവിലെ സൺറൈസ് ആണ്, ബിക്കോസ് രാവിലെയാണ്, മോർണിംഗ് ആണ്, 5:45, 6 ആ ടൈമാണ്. നിങ്ങൾക്ക് കാണാം എന്തൊരു ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്ലൈറ്റിൽ കയറി എനിക്ക് ആകെ 2 പരിപാടിയുള്ളൂ. ഒന്നെങ്കിൽ ഫുഡ് കഴിക്കുക, ദാണ്ടെ ഫുഡ് വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക, പുറത്തേക്ക് നോക്കുക, പിന്നെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച്, പിന്നെ ദൈവമേ ഞാൻ പോകുന്ന വഴി, ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഇൻഡിഗോ സാധാരണ എന്താണ് ഫ്ലൈറ്റിൽ ഞാൻ അറിഞ്ഞത്, ഇതിൻ്റെ മുകളിലൊക്കെ നമ്മളിങ്ങനെ ഏത് കൺട്രി ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ ഈ ഫ്ലൈറ്റിൽ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു അറിവില്ല ഏതാ കൺട്രി താഴെ, ബിക്കോസ് നമുക്ക് നെറ്റും കിട്ടൂല, ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അങ്ങനെയൊന്നും നമുക്ക് കാണൂലല്ലോ, അല്ല നമുക്ക്. അപ്പോൾ ഓരോ മലയും പിന്നെ കുറേ റിവർ, പുഴ, പിന്നെ കടലിനുള്ളിൽ ഷിപ്പ്, മീൻ, ഇതൊക്കെ കാണുമ്പോൾ ഏത് കൺട്രിയാണെന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഊഹിച്ചു ചിലപ്പോൾ വല്ല സൗദി അറേബ്യയോ അല്ലെങ്കിൽ ഇറാഖോ അങ്ങനെയൊക്കെ വല്ല കൺട്രീസും ആയിരിക്കുമെന്ന്. എന്തൊരു ഭംഗിയാല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇങ്ങനെ മലയും ഇങ്ങനെ കുറേ ഡെസേർട്ട് പോലെ ഏരിയകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീടൊന്നും ഇല്ലാതെ വെറും ഇങ്ങനെ മണൽ പോലെ കിടക്കുന്ന അങ്ങനെ കുറേ സ്ഥലത്തിന് മേളിൽ കൂടെയാണ് ഈ ഒരു യാത്ര. ആൻഡ് ഇത് ചെറിയൊരു യാത്ര അല്ലല്ലോ, ഇത്രയും എനിക്ക് തോന്നുന്നു ഡ്യൂറേഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് യാത്ര ചെയ്യുന്നതെന്ന്. ബിക്കോസ് കുറച്ച് ലോങ് ആണ് ഇവിടെ ഡൽഹിയിൽ നിന്ന് നമ്മളിപ്പം ടർക്കിയിലേക്ക് വരാൻ വേണ്ടി. ആൻഡ് പിന്നെ സമയമാണെങ്കിലും എൻ്റെ ഒരു ഫോണിൽ ഇങ്ങനെ സമയം ചേഞ്ച് ആവുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ടൈം സോൺ മാറുവാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അതൊക്കെ കണ്ടപ്പോൾ. മേഘമൊക്കെ മാറി നല്ല അടിപൊളി സ്ഥലമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ടർക്കി ആയിരിക്കും, ടർക്കിൻ്റെ മേളിലായിരിക്കും ഇപ്പോൾ പറക്കുന്നത്. ബിക്കോസ് ടർക്കിയും എൻ്റെ ഒരു ഫേവറേറ്റ് കൺട്രീസ് ആണ്. ബിക്കോസ് അവിടെ നമ്മുടെ കുറേ ഹോട്ട് എയർ ബലൂൺസും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടിപൊളി നേച്ചറാണ്. പിന്നെ എനിക്ക് കുറേ ടർക്കിഷ് സീരീസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എനിക്ക് ആ കൺട്രി ഭയങ്കര ഫേവറേറ്റ് ആയ ഒരു രാജ്യമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ കാല് കുത്താൻ പോകുന്ന ഒരു രാജ്യം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് എൻ്റെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം കം ട്രൂ എന്ന മൊമെൻ്റ് ആണിത്. എന്താണ് വേറെ കൺട്രീസ് പോകണം. അപ്പം അങ്ങനെ ഞാൻ ലാസ്റ്റ് നാണ്ട് നമ്മുടെ ടർക്കിയിലെത്തി ഗായ്സ്. ആൻഡ് അവിടെയാണ് ലാൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആൻഡ് അവിടെ അന്ന് ഞാൻ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ കേരളത്തിലും മഴ, ഇപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ വേറെ രാജ്യത്ത് മഴ. അപ്പോൾ ഞാനിങ്ങനെ ഷോക്കഡായിരുന്നു, ഇവിടെ ചെന്നാലും മഴ വിട്ടു മാറുന്നില്ലല്ലോ ഒന്നും. പക്ഷേ പിന്നെ ഞാൻ നന്നായി മേളി തുണി ഇട്ടത് 2 തുണി. ബിക്കോസ് ഡൽഹിയിലും തണുപ്പുണ്ടായിരുന്നു, ടർക്കിയിലെത്തിയപ്പോൾ മഴയും തണുപ്പും ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് എൻ്റെ അവിടെ എത്തിയ ഒരു സന്തോഷം. എൻ്റെ ജെനുവിനായ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്മൈൽ എന്ന് പറയില്ല, അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മളിപ്പോൾ എയർപോർട്ട് ത്രൂ ഇനി എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാല് കുത്തി നടക്കുന്ന ആ ഒരു സന്തോഷമാണ് വേറെ കൺട്രിയിൽ എയർപോർട്ടിലാണെങ്കിൽ പോലും. ആൻഡ് ഇനി ടർക്കി എയർപോർട്ട് എക്സ്പ്ലോറിങ് ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചു ഇത് 2 വീഡിയോ ആയിട്ട് ഇടാന്ന്, പക്ഷേ ഇത്രയും ഇതിനു മുമ്പൊക്കെ കുറേ ഞാൻ ഡിലേ ചെയ്തോ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി. സോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ സാരമില്ല, ഇത് ഒരു വലിയ ലെങ്ത് ആയ ഒരു വീഡിയോ ആയിട്ട് ഇടാം. നെക്സ്റ്റ് ഇനി കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്നൊന്നായിട്ട് ഇനി വരുന്നതാണ്. ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ഇട്ട് കുറേ പേരെ ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ ഒരു സന്തോഷമാവാൻ വേണ്ടിയാണ് ഞാൻ ഇനി തൊട്ട് ഓക്കെ ഇനി ലോങ് വീഡിയോസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെൽക്കം ടു ഇസ്താംബൂൾ. നിങ്ങൾക്കിനി ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിരുന്നു, അതാണിപ്പോൾ കാണുന്നത്. പിന്നെ ഇസ്താംബൂൾ എയർപോർട്ടിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടിയുണ്ട്, ഒരു ബാഗും ഉണ്ട് കേട്ടോ, ലാപ്ടോപ്പിൻ്റെ. ഇത് 2 കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. നിങ്ങൾ ഓൾറെഡി വീഡിയോസിൽ കണ്ടു എന്ന് തോന്നുന്നു, ഇതിൻ്റെ അകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അല്ലാത്ത എൻ്റെ വലിയ ലഗേജൊക്കെ മറ്റേ നേരെ കണക്ഷൻ ത്രൂ പോയി. പക്ഷെ അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, സത്യം പറയാമല്ലോ. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇങ്ങനത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു. ദൈവമേ ഇനി ഞാൻ അത് നെക്സ്റ്റ് ഒരു ഫ്ലൈറ്റിൽ അവിടെ എത്തുമ്പോൾ പോയിട്ട് പിക്ക് ചെയ്തിട്ട് പിന്നെയും നമ്മളിത് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ടർക്കിയിലാണെങ്കിലും ഇസ്താംബുൾ എയർപോർട്ടിലും നമ്മൾ
നേരെ നമുക്ക് ഒന്നുകൂടെ ഇതുണ്ടായിരുന്നു, എന്താണ് ചെക്കിങ് ആണല്ലോ, എന്തായിരുന്നു ചെക്കിങ് കാര്യങ്ങളില്ലേ, നമ്മുടെ ഹാൻഡ് ബാഗേജ്, അതും പിന്നെ നമ്മളെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബോർഡിങ്ങിലെത്തിയത്. ആ ബോർഡിങ്ങിന് ചെക്കിങ്. ആൻഡ് അവിടെ ചെന്നപ്പോൾ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, ബിക്കോസ് ഉച്ചയായി. അപ്പോൾ ഞാനിത് മണി ആദ്യമായിട്ട് കൺവേർട്ട് ചെയ്തു, ലിറ. ഇത് ടർക്കിഷ് ലിറ എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ഓൾറെഡി ഒരു ഹോം ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ പിന്നെ ഓക്കെ, എനിവേ ബേക്കറി ഐറ്റംസ് ഉള്ളപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മേടിച്ചു. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇനി എൻ്റെ ഫുള്ള് ഞാൻ അതിലെ കൂടെ നടന്ന് ഓരോ സ്ഥലം കാണുവാണ്. ഇനി ടർക്കീൻ്റെ എയർപോർട്ടിനുള്ളിൽ മൊത്തം എങ്ങനെയാണ്, ബിക്കോസ് കുറേ വലിയ വലിയ ഷോപ്സും, ബിക്കോസ് നമ്മുടെ ഇന്ത്യ കാണുന്ന പോലെയല്ല, അതിലും കുറേ വലുതാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെയും ഞാൻ ലിറ കുറച്ച് നേരം എടുത്ത് നോക്കി, ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു കറൻസി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ യൂറോ കണ്ടിട്ടുണ്ട്. യൂറോ നമ്മൾ എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ യൂറോപ്പിന് യൂറോ. പിന്നെ ഒരു ടർക്കിഷ് കോഫിയാണ്, ഞാൻ നല്ല പൈസ കൊടുത്താണ് അത് മേടിച്ചത്. പക്ഷേ ഇത്രയും വൃത്തിയായിട്ട് ഒരു കോഫി ഞാൻ കുടിച്ചിട്ടില്ല, ബിക്കോസ് എനിക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത് ഈ കോഫി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഭയങ്കര കടുപ്പമേറിയ ഒരു കോഫി ആയിരുന്നു എന്ന്. ആൻഡ് അത് കുറച്ച് വേസ്റ്റായി. പിന്നെ ഞാൻ അവിടെ ഒരു മ്യൂസിയം കണ്ടു. അങ്ങനെ മ്യൂസിയം ഞാൻ തപ്പി നടക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ സ്റ്റോറിയാണ് ആൻഡ് ഇതെൻ്റെ ഒരു മെമ്മറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ലെങ്തി ആയിട്ട് മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ എടുത്തത്. എനിക്ക് പനിയായിരുന്നിട്ട് പോലും. ആൻഡ് ഞാൻ പിന്നെ ഇപ്പം നമ്മുടെ അങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഫാസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ ഇത് വോയിസ് ഓവർ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ മ്യൂസിയം തിരക്കിയാൽ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ അങ്ങോട്ടാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം ഇത് ഞാൻ ജാനുവരിയിലാണ് ഇത് വരുന്നത്. അപ്പം അവിടെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ടൈമാണല്ലോ, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും ലൈറ്റ്സും കാര്യങ്ങളും. ഗായ്സ്, ഇതാണ് മ്യൂസിയം. എയർപോർട്ടിനുള്ളിലുള്ള മ്യൂസിയമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് പൈസ കൊടുക്കണം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറിയില്ല. പക്ഷേ പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ഇതൊക്കെ ടർക്കിലെ മെയിൻ സ്ഥലങ്ങളാണ്. ഇനി ഞാൻ പോകുന്ന സ്ഥലങ്ങൾ. ഇതുവരെ അവിടെ പോയിട്ടില്ല. പിന്നെ എന്താണ്ടേ, എനിക്ക് ഭയങ്കര എക്സൈറ്റഡും എന്തൊക്കെ സന്തോഷവും, എനിക്ക് പറയാൻ പറ്റാത്ത കുറേ ഫീലിങ്സ് ആണ്. കാരണം ഇത് ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ആ ചേച്ചി ഇപ്പം എൻ്റെ കൂടെ ഇല്ല കേട്ടോ. ആ ചേച്ചി ഓൾറെഡി വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, ആ ഫ്ലൈറ്റിന് കയറി പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. ആ ഫ്ലൈറ്റിൽ മാത്രമേ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എഗെയിൻ ദാണ്ട് ഞാനിപ്പം അവിടെ നിന്ന് എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. അതും സ്ലൊവേനിയക്ക്, നമ്മുടെ യൂറോപ്പിലേക്ക് വരുന്ന. ആൻഡ് നിങ്ങൾക്ക് കാണാം ആ ഫ്ലൈറ്റിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. ഇത് ഈവനിങ്ങിലാണ് എൻ്റെ ഫ്ലൈറ്റ് സ്ലൊവേനിയക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുട്ടായി വരുന്നത്. സോ അപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ പനിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ സന്തോഷം കാരണം പനിയൊക്കെ മാറി നിന്നു, അതാണ് സത്യം. ആൻഡ് ഇനി നമ്മുടെ നാട് എഗെയിൻ മേളിലേക്ക് പൊങ്ങി പോകുന്ന ആ ഒരു ഇതാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ടേക്ക് ഓഫും ലാൻഡിങ്ങും. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആകാശത്തിൻ്റെ മേളിൽ രാത്രി കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഡൽഹിയിലൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇന്ത്യയിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ലൈൻ ആയിട്ടാണ് ലൈറ്റുകളൊക്കെ. അപ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. ഇനി പനി കൂടി എനിക്ക് തലയടിച്ച് പോയിട്ടാണോ അങ്ങനെ തോന്നിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കും കാണാൻ വേണ്ടി. ആൻഡ് വേറൊരു സംഭവം നടന്നു ഗൈസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ അവിടെ എത്തിയ വീഡിയോ കാണിക്കുന്നില്ല എന്ന്. ഗൈസ്, ഫ്ലൈറ്റ് നമ്മുടെ ആകാശത്ത് വെച്ച് 5 മണിക്കൂറും കണ്ടാണ് ചുറ്റി നിന്നത്. ആൻഡ് ഇറങ്ങാൻ പറ്റിയില്ല, ബിക്കോസ് ഭയങ്കര മഞ്ഞായിരുന്നു സ്ലൊവേനിയയിൽ, അല്ലെങ്കിൽ യൂറോപ്പിൽ. അതുകൊണ്ട് ഫ്ലൈറ്റ് തിരിച്ച് ലാൻഡ് ചെയ്തു. ആൻഡ് നമുക്ക് കുറേ ഫ്രീ കൂപ്പൺസും കാര്യങ്ങളൊക്കെ അവർ തന്നു. ഇനി സോറി, ലൈക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ മിസ്സായതുകൊണ്ട് നമ്മൾ ഇനി പൈസ ഒന്നും കൊടുക്കേണ്ട, അങ്ങനെ കിട്ടിയ കൂപ്പൺ വെച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ പോയതാണ് ഈ സംഭവം. ഇപ്പം ഞാൻ തിരിച്ച് ടർക്കി വന്നു. എനിക്ക് അറിയത്തില്ല ടർക്കിക്ക് എന്നെ വിടണം എന്നില്ലാന്ന് തോന്നുന്നു യൂറോപ്പിലേക്ക്. ഇപ്പം ഞാൻ സബ്വേന്ന് സാൻഡ്വിച്ചസ് ഒക്കെ കഴിക്കുവാണ്. ആൻഡ് എനിക്ക് ഇപ്പം ഇവിടെ നിന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ, അതാണോ ഈ സമയത്ത് ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു മലയാളീനെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് മലയാളികളെ ഞാൻ കണ്ടു. അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ട് ഈ ലോകത്ത് എവിടെ ചെന്നാലും. അല്ലെങ്കിൽ എനിക്കിനി ആരും ഇല്ലെങ്കിലും ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് മിണ്ടും. പിന്നെ ഞാൻ ഇപ്പോൾ പിന്നെയും എനിക്കറിയത്തില്ല, ഇപ്പോൾ ടർക്കി എയർപോർട്ട് നമ്മുടെ ഒരു വീട് പോലെയായി. കാരണം ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം.
അടുത്ത ദിവസം വൈകുന്നേരമാണ് ഇനി ഫ്ലൈറ്റ്. ഈ സമയത്ത് വൈകുന്നേരം അടുത്ത ദിവസം. ഇനി എൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഫുഡ് കഴിക്കാൻ നല്ല രീതിയിൽ. അപ്പോൾ ഞാൻ പോയിട്ട് അവിടുന്ന് KFC, ബർഗർ കിങ്, അതേപോലെ ഇങ്ങനത്തെ കുറേ ഫാസ്റ്റ് ഫുഡും അല്ലാതെ കുറച്ച് ഭക്ഷണവും പിന്നെ സാൻഡ്വിച്ചസും ഇതൊക്കെയാണ് കഴിച്ച് ഒരു ദിവസം എൻ്റെ തള്ളി നീക്കിയത്. അതിന് ശേഷവും ഞാൻ വെറുതെ ഇരുന്നില്ല. പനി പിടിച്ചാൽ പോലും പിന്നെയും എൻ്റെ കുറേ കാണാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി മലയാളി. ആൻഡ് നമ്മൾ രണ്ടുപേരും കൂടെ കൂടെ നടന്നു. അവിടെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ലൂയി വിത്തോനും പിന്നെ അങ്ങനെ വലിയ ലക്ഷറീസ് ബ്രാൻഡ്സും ഉണ്ട്. അപ്പം ഞാൻ സത്യം പറയാം, ഇങ്ങനത്തെ ലക്ഷറി ബ്രാൻഡ്സിലൊന്നും അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല ഇതുവരെ. എനിവേ ഞാൻ വിചാരിച്ചു ഇപ്പം പർച്ചേസ് ചെയ്തില്ലെങ്കിലും എനിക്കിതിൽ വലിയ താല്പര്യമില്ല, എന്താണേലും ജസ്റ്റ് പോയി കാണാമല്ലോ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. അങ്ങനെ ഇനി എങ്ങാനും ഭാവി പർച്ചേസ് ചെയ്യാൻ തോന്നിയാലോ. അങ്ങനെ ഉള്ളിൽ കയറി എല്ലാം കണ്ടു എന്തൊക്കെയാണ് സംഭവം. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ബ്രാൻഡ് ഇമേജ് കൊണ്ടായിരിക്കും ഇതൊക്കെ ഇത്ര ലക്ഷൂറിയസ് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആൻഡ് എഗെയിൻ ഞാൻ അതിലെ കൂടെ കുറേ കറങ്ങി നടന്നു. ഞാൻ ഇതിനുള്ളിൽ പാർക്കും പിന്നെ ഇതേപോലെ ഷോപ്പിംഗ് കോംപ്ലക്സും ടെറസ് എന്ന് പറഞ്ഞാൽ അവിടെ മേളിലിരുന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളും പിന്നെ അവിടെ കുറേ പേര് സ്മോക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലവും പിന്നെ ടെറസ് വ്യൂ ഉണ്ട് അവിടെ. ഇതെല്ലാം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന് കണ്ടുപിടിച്ചാണ്. ഇപ്പം എനിക്ക് അതുമാത്രമല്ല, ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോഴേ എനിക്കിത് എവിടെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എല്ലാം നമ്മൾ സ്വന്തം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയണം, ആരെങ്കിലും ഫസ്റ്റ് വരുവാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ബിക്കോസ് നമുക്ക് നോക്കിയാൽ അല്ലെങ്കിൽ അവിടെ നടന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്തും. മനസ്സിലായി, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ആൻഡ് ഞാൻ എഗെയിൻ നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് എൻ്റെ പനി അത്ര അധികം ഇതായി, നല്ല രീതിയിൽ എന്നെ പനിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും ഞാൻ പനിക്ക് എൻ്റെ ഇത് വിട്ടുകൊടുക്കൂല, ഒരു സ്ട്രെങ്ത്. ബിക്കോസ് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പനിക്കൂല, ഞാൻ വീട്ടിലിരിക്കുമ്പോഴേ പനിക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അല്ല ഈ വീഡിയോ എടുക്കാനാണ് യൂട്യൂബർ റെഡി. അവിടെ കണ്ട മലയാളീസാണ് കുറച്ച് പേര് എൻ്റെ വീഡിയോ എടുത്തു തന്നത്. പിന്നെ ഹോപ്പ് ഈ ഫ്ലൈറ്റ് എങ്കിലും വേഗം എത്തിയാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി. ഈ ഫ്ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇതിലെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഫ്ലൈറ്റ് എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെയാണിപ്പം, ഏത് റീജിയൻ്റെ മേളിലാണ്, ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും വൈകുന്നേരം പോലാണ്. ബിക്കോസ് ഇന്നലെ വൈകുന്നേരമാണ് ആ ഫ്ലൈറ്റ് മിസ്സായത്. നെക്സ്റ്റ് ഡേ വൈകുന്നേരം സെയിം ടൈം. ഓക്കെ. ആൻഡ് നമ്മൾ നട ഈ ഫ്ലൈറ്റ് ഇപ്പം പൊങ്ങി നമ്മളിപ്പം ലുബ്ലിയാനയ്ക്ക് അല്ലെങ്കിൽ സ്ലൊവീനിക്ക് പോവാണ്. ഇപ്പം 2 ദിവസം ടർക്കിയിൽ ഒരു പ്രാവശ്യം മേളി വന്ന് പോന്നപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കുറഞ്ഞു. പിന്നെ പനിയും കൂടെ കാരണമായിരിക്കും. പക്ഷെ എന്നാലും എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പം പിന്നെയും പോകുന്നത്. ഇനി നിങ്ങളൊരു വ്യൂ കാണാൻ പോവാണ് ഗായ്സ്, ആകാശത്തു നിന്നുള്ള. എന്തൊരു ഗോൾഡൻ ഒരു കളർ വ്യൂ ആണ്, സ്കൈയും പിന്നെ ആ ക്ലൗഡ്സ് ഒക്കെ നോക്കി. എനിക്ക് തോന്നുന്നു ഇത് യൂറോപ്പിൻ്റെ മേളിൽ ഈവനിങ് സൺസെറ്റ് ആ ടൈമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്ര ഒരു ഭംഗി ഞാൻ ഇങ്ങനെ ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ വീഡിയോ എടുക്കുന്നത്. എത്ര നേരം നോക്കിയാലും എനിക്ക് ബോർ അടിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഹോപ്പ് നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് അഗെയിൻ ഫുഡ് വന്നു ഗൈസ്, അതാണല്ലോ മെയിൻ. അപ്പം ഇതാണ് ഇവിടുത്തെ ഫുഡ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യൻ ഫുഡാണ് ഫ്ലൈറ്റിലുള്ളത്. ഇത് യൂറോപ്പിൻ്റെ ഫുഡാണ് ഇവിടെ, അല്ലെങ്കിൽ ഇത് ടർക്കീൻ്റെ ആയിരിക്കും. പിന്നെ അവരുടെ കൂടെ ഒരു വൈനും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓപ്റ്റ് ചെയ്തത് ജ്യൂസ് ആയിരുന്നു. ആൻഡ് ലുബ്ലിയാന കാണാൻ തുടങ്ങി. ആൻഡ് ഗൈസ് ദാണ്ട് ലുബ്ലിയാനയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങാൻ പോവുകയാണ്. ആ നിമിഷം ലാസ്റ്റ് ഞാൻ നമ്മുടെ യൂറോപ്പ് എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ദാണ്ട് നമ്മുടെ ഫ്ലൈറ്റ് താഴെ ഇറങ്ങി. ആദ്യമായിട്ടാണ് മഞ്ഞുള്ള ഒരു എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് അത് ഞാൻ കാണുന്നത്. അതും അവിടെ അടുത്ത് കിടക്കുന്ന ഫ്ലൈറ്റിന് മേളിൽ എല്ലാം മഞ്ഞ്. ഇത് കാരണമാണ് ഇന്നലെ ഇറങ്ങാൻ പറ്റാതെ ഇരുന്നത്. അങ്ങനെ സന്തോഷകരമായിട്ട് ഞാൻ ലാസ്റ്റ് ഫൈനലി എത്തി ഗൈസ്. ഇനി ഞാൻ
നമ്മുടെ ഈ വീഡിയോ ഞാൻ അന്ന് ഇടേണ്ടതായിരുന്നു. ഞാൻ അന്ന് ശരിക്കും എനിക്ക് വേറെ ചാനൽ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതിലിടാൻ വേണ്ടിയാണ് എടുത്തത്, ഇംഗ്ലീഷിൽ സംസാരിച്ച്. പക്ഷേ ഞാനിപ്പോൾ മലയാളം ചാനൽ തുടങ്ങിയതുകൊണ്ട് ഓക്കെ എന്നാൽ മലയാളത്തിൽ ഇടാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെയും കുറച്ച് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പൈസ ഒക്കെ കൊടുത്ത് അങ്ങോട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. Guys, now I am in Ljubljana, Slovenia. I am so happy guys. എൻ്റെ ഗൈസ് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു, എന്നാലും സാരമില്ല. എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ സൂക്ഷിക്കുക കണ്ടോ, എൻ്റെ പെട്ടി പൊട്ടി. ഞാൻ വിചാരിച്ചു ഓക്കെ അവരെന്തെങ്കിലും കുത്തി തുറന്ന് നോക്കിയതായിരിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല, പെട്ടി എന്തോ എറിഞ്ഞപ്പം കണ്ട് പൊട്ടിയതാണ്. പിന്നെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് എൻ്റെ കാറ് വരാൻ വേണ്ടി. കാറിലാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയത്. എത്ര ക്ലൈമറ്റ് വേരിയേഷൻസ് ആണ് ഈ 2-3 ദിവസത്തിൽ ഞാൻ കണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ മഞ്ഞത്ത്, ഇതിനു മുമ്പ് ഞാൻ വെയിലത്തായിരുന്നു, അതിനു മുമ്പ് ഞാൻ മഴയത്തായിരുന്നു. സോ ഗൈസ്, ഇതാണ് ആദ്യമായിട്ട് ഞാൻ കണ്ട യൂറോപ്പിൽ വെച്ച്. ഇത് വെറുതെ ചെറുതായിട്ട് കൊള്ളാം. ഏത് വഴി? അറ്റ് ലാസ്റ്റ് ഗൈസ്, ഇപ്പൊ കാണാൻ പോകുന്നതാണ് എൻ്റെ ആദ്യമായിട്ട് ഇവിടെ യൂറോപ്പിൽ വന്നപ്പോൾ ഉള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു റൂമാണ് ഞാൻ എടുത്തത്. സിംഗിൾ റൂം ആൻഡ് കുറച്ച് ആൾക്കാരും കൂടെ വരാൻ പോകുന്നു, അങ്ങനെയുള്ള ഒരു റൂം. അപ്പം ഇതാണ് ആ ഒരു റൂം. കാണൂ ഗൈസ്, ഇതിന് മേളിൽ മറ്റേ മരത്തടിയൊക്കെ വെച്ച് ഒരു അടിപൊളി വേറൊരു വൈബാണ് ഈ വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൂമാണ്. ആൻഡ് ഐ മിസ് ദിസ് റൂം. ഞാനിപ്പോൾ ഇവിടെ ഇല്ല, ഈ മുറിയിൽ ഇപ്പം ഇല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയ റൂമായിരുന്നു ഇത്. ഇതാണ് കീ ഗൈസ്. അതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. ഓക്കെ, ബൈ ബൈ, ലവ് യു ഓൾ, ടാറ്റാ.